ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ നേട്ടമാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കനത്ത മഴ തുടരുന്ന ദില്ലിയിൽ ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. ഇന്ന് വിവിധയിടങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. മാത്രമല്ല, ഈ വെള്ളക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് സംവിധാനത്തിലെ വീഴ്ചയൊക്കെ തന്നെയും ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിൽ വലിയ കാരണങ്ങളായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇന്ന് ഈ കനത്ത മഴയെ തുടർന്ന് ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 മേൽക്കൂര തകർന്ന് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, 6ഓളം പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദില്ലി ടെർമിനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് മോദി നിർവഹിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്വേഷണം വ്യോമയാന മന്ത്രി ഇന്ന് സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികളിലൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്തായാലും വലിയ ദുരന്തത്തിൽ തന്നെ ദില്ലി രാജ്യ തലസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ദില്ലി സർക്കാർ എന്ന ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെയും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി തന്നെ കണ്ടെത്തിക്കൊണ്ട് ആ ഹോട്ട്സ്പോട്ടുകളെ നിരീക്ഷിക്കുന്ന തരത്തിലേക്കാണ് ദില്ലി സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിൽ 40 ഹോട്ട്സ്പോട്ടുകൾ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് ഇതിന്റെ നിരീക്ഷണം നടത്തുന്നത്. മാത്രമല്ല, ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ പട്ടികയടക്കം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ദില്ലിയുടെ ഒരു ജിയോഗ്രഫി അനുസരിച്ചുകൊണ്ട് ഈ ഡ്രെയിനേജ് സംവിധാനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിൽ മാറ്റുന്നതിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ജലമന്ത്രി അതിഷി ഇന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കൂടി മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏറ്റവും ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ 3 ദിവസത്തേക്കും കനത്ത മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അസിത, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.